എല്ലാവർക്കും നമസ്കാരം. ബഗൂളിൻ്റെ കഥ തുടരുകയാണ്. നമ്മൾ പറഞ്ഞു, ബഗൂളിൻ്റെ ഒരു പ്രണയബന്ധത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. പ്രണയബന്ധം എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ ഒന്നും അവരുടെ ആ പ്രണയം വളർന്നിട്ടുണ്ടായിരുന്നില്ല. പരസ്പരം അവർക്ക് ഇഷ്ടമായിരുന്നു. വളരെ കുറച്ച് വാക്കുകൾ കൊണ്ട് അവരവരുടെ സ്നേഹം പ്രകടിപ്പിച്ചിരുന്നെങ്കിൽ പോലും അവർക്ക് അതിനെ ശക്തമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനൊന്നും സാധിച്ചിരുന്നില്ല. നിർമ്മൽ ബാബു വളരെ ഭയമുള്ള ഒരു വ്യക്തിയായിരുന്നു. സ്വന്തം കുടുംബത്തിലെ ആളുകളെ അദ്ദേഹം വളരെയധികം ഭയന്നിരുന്നു. പിന്നെ ബഗൂളിൻ്റെ അച്ഛൻ ഇപ്പോൾ അദ്ദേഹം സ്വന്തം ആ ഒരു വ്യക്തിത്വം, പണ്ട് നിന്നിരുന്ന ആ ഒരു വ്യക്തിത്വത്തിൽ നിന്നൊക്കെ മാറി അവശനായി ഒരു മുറിയിൽ കഴിഞ്ഞുകൂടുകയാണെങ്കിൽ പോലും നിർമ്മൽ ബാബുവിന് അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് നിന്ന് മകളെ വിവാഹം കഴിച്ചു തരുമോ എന്ന് ചോദിക്കാനുള്ള ധൈര്യമുണ്ടായിരുന്നില്ല. ഇപ്പം നമ്മൾ കണ്ടു, ബഗൂളിൻ്റെ കൊച്ചേച്ചിയായ പാറൂൾ അതിന് പരിശ്രമിക്കുന്നതും. പാറൂള് നിർമ്മൽ ബാബുവിൻ്റെ വീട്ടിൽ പോയി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് പാറൂള് തിരിച്ച് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ബഗൂളിനോട് പറഞ്ഞൊരു വാക്കുണ്ട്: നീ ഒരു കളിമൺ പാവയെയാണ് പ്രണയിച്ചതെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല എന്ന്. പാറൂൾ ഇങ്ങനെയാണ് പറയുന്നത്: ഒരു കളിമൺ പാവയ്ക്ക് നീ ഹൃദയം സമർപ്പിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അത് മനസ്സിലാക്കാതെ നിൻ്റെ നന്മയുദ്ദേശിച്ച് ഇപ്പോൾ ഞാൻ നിന്നെ കൊച്ചാക്കുകയും ചെയ്തു. അതായത് പലരോടും പോയി സംസാരിച്ചു, അതിലൊന്നും വിജയം കണ്ടില്ല. അവരുടെയൊക്കെ ധാരണ ബഗൂൾ തൻ്റെ പ്രണയം സഫലമാകാൻ കൊച്ചേച്ചിയെ പറഞ്ഞയച്ച്, മറ്റുള്ളവരുടെ കാല് പിടിക്കാൻ കൊച്ചേച്ചിയെ പറഞ്ഞയച്ചു എന്നുള്ള ധാരണയാണ് അവർക്കൊക്കെ ആ ഒരു സംഭാഷണം കൊണ്ടുണ്ടായത്. അത് പാറൂളിനെ വളരെയധികം വിഷമിപ്പിച്ചു. ബഗൂളിനെ കൊച്ചാക്കി എന്നുള്ള രീതിയിലാണ് അവർ ആ സംഭാഷണത്തെ എല്ലാം മനസ്സിലേക്ക് എടുത്തത്. അപ്പോൾ ബഗൂൾ തിരിച്ചു പറയുകയാണ്: ഞാൻ കൊച്ചായിട്ടില്ല എന്ന് ചിന്തിച്ചാൽ കുഴപ്പമില്ലല്ലോ. അത് തത്വജ്ഞാനം. അതിലൂടെ മനസ്സിന് ആശ്വാസം നൽകാൻ കഴിഞ്ഞേക്കും. ഒരു മണ്ട ഗണേശനെ അയാളുടെ പേരമ്മയുടെ സാരിത്തുമ്പിൽ നിന്ന് പിടിച്ചു പുറത്താക്കാൻ കഴിയാത്ത നിന്റെ പ്രേമം എനിക്ക് ദുഃഖം തോന്നുന്നു. ബഗൂൾ പറഞ്ഞു: അത് പോകട്ടെ, അച്ഛൻ പറഞ്ഞതുപോലെ ജീവിതം നാടകമോ നോവലോ അല്ല. പക്ഷേ ഈ കാര്യം ബഗൂൾ ആത്മാർത്ഥതയോടെ പറഞ്ഞതാണോ? ആ പാത്രത്തിൽ ദാനം ചെയ്ത ഹൃദയം നാടകത്തിലെയും നോവലിലെയും നായികമാരെ പോലെ വേദന കൊണ്ട് പുളഞ്ഞില്ലേ? യാതന കൊണ്ട് തകർന്നില്ലേ? രാത്രി ഏറെ ഇരുട്ടിക്കഴിഞ്ഞ് വീട്ടിലുള്ളവരെല്ലാം ബോധം കെട്ട് കിടന്നുറങ്ങുമ്പോൾ ബഗൂൾ ഉണർന്ന് അടുത്ത വീട്ടിലെ 3-ാം നിലയിലെ മുറിയിൽ ഇപ്പോഴും വെളിച്ചമുണ്ടോ എന്ന് എത്തി നോക്കുമായിരുന്നില്ലേ? അവിടെ വെളിച്ചമായാലും ഇരുട്ടായാലും ബഗൂളിന് എന്തെങ്കിലും ലാഭമോ നഷ്ടമോ ഉണ്ടാകുമായിരുന്നില്ല. അവൾക്ക് ആ വെളിച്ചം ഇഷ്ടമായിരുന്നെന്ന് മാത്രം. ആ മനുഷ്യനും ഉറങ്ങാൻ കഴിഞ്ഞില്ലെന്നും ഉണർന്നിരുന്ന് തന്നെപ്പറ്റി ചിന്തിക്കുകയാണെന്നും ആലോചിക്കുന്നത് അവൾക്കിഷ്ടമായിരുന്നു. ഈ സങ്കല്പവും നോവലിലെ നായികയെ പോലെയുള്ളതല്ലേ? ഇതാണ് ആ ബഗൂളിൻ്റെ അന്നത്തെ അവസ്ഥ. ബഗൂൾ തത്വജ്ഞാനം പറഞ്ഞെങ്കിലും സാധാരണ ഒരു പെൺകുട്ടിയുടെ വികാരവിക്ഷോഭങ്ങളെല്ലാം ഉള്ള ഒരു വ്യക്തിത്വമായിരുന്നു ബഗൂളിൻ്റേത്. അന്ന് ബഗൂൾ അനാമികാദേവി ആയിട്ടില്ല. അതിനും പുറമെ ബഗൂൾ പല വിധത്തിലുള്ള ഭാവനകളും നെയ്തെടുക്കുമായിരുന്നു. ഉദാഹരണത്തിന്, പ്രത്യേകിച്ച് രോഗമൊന്നുമില്ലാതെ ഒരു ദിവസം ബഗൂൾ മരിച്ചുപോയി. വീട്ടിൽ കൂട്ടക്കരച്ചിൽ. ആ വീട്ടിലുള്ളവർ ഈ അവിചാരിത സംഭവത്തിൽ ദുഃഖിതരായി ഓടി വന്നു. മാനസികാഘാതത്തിൽ ഹൃദയം ദുർബലമാകുകയും ഹാർട്ട് ഫെയിലിയർ ഉണ്ടാകുകയും ചെയ്തുവെന്ന് ഡോക്ടർ പറയുന്നത് അവർ കേട്ടു. അത് കേട്ട് ആ കളിമൺ പാവയുടെ പ്രാണചൈതന്യം ഉണരുകയും കൈ തലയ്ക്കടിച്ചുകൊണ്ട് അയാൾ ചിന്തിക്കുകയും ചെയ്തു: ഞാൻ എന്തൊരു വിഡ്ഢിയാണ്, എന്തൊരു മൂഢൻ. അതെ, ഉറക്കം തൂങ്ങുന്ന രാത്രികളിൽ, ദുർബല നിമിഷങ്ങളിൽ പ്രാഗൽഭ്യം കുറഞ്ഞ ലേഖകൻ രചിച്ച കഥ പോലെ ബഗൂളും കഥകൾ രചിക്കുമായിരുന്നു. പക്ഷേ അത് അധികനാൾ നീണ്ടു നിന്നില്ല. പെട്ടെന്നൊരു ദിവസം ആ വീട്ടിൽ ധാരാളം ദീപങ്ങൾ കത്തിജ്വലിച്ചു. 3-ാം നിലയിലെ ആ മുറി രാത്രി മുഴുവൻ ദീപപ്രഭയിൽ മുങ്ങി. അത് നിർമ്മൽ ബാബുവിൻ്റെ വിവാഹം നിശ്ചയിച്ചു. ബഗൂളല്ല വധു, വേറൊരു വധുവാണ്. ആ വെളിച്ചത്തിൽ
ബഗൂൾ സ്വബോധമുള്ളവളായി. അപ്പോൾ ആ വെളിച്ചം കാണുന്നത് വരെ, അല്ലെങ്കിൽ നിർമ്മൽ ബാബു എന്ന മനുഷ്യൻ വേറൊരു വിവാഹം കഴിക്കാൻ തീരുമാനമെടുത്ത് അല്ലെങ്കിൽ ആ വിവാഹം നടക്കുന്ന ആ സമയം വരെ ബഗൂൾ ഇങ്ങനെ ഒരു മൂഢസ്വർഗത്തിൽ ജീവിച്ച് സാധാരണ പെൺകുട്ടികളെ പോലെ പല സ്വപ്നങ്ങളിലും പല കഥയുണ്ടാക്കുന്നതിലൊക്കെ മുഴുകി ജീവിച്ചു. ആ വെളിച്ചത്തിൽ ബഗൂൾ സ്വബോധമുള്ളവളായി. താൻ കെട്ടിച്ചമച്ച കഥകളെ ഓർത്ത് അവൾക്ക് വല്ലാത്ത ചിരിയുണ്ടായി. താൻ മെനഞ്ഞുണ്ടാക്കിയ ഈ കഥകളെപ്പറ്റി ആർക്കും അറിവില്ലല്ലോ എന്നോർത്ത് അവൾ ആശ്വസിച്ചു. ബഗൂൾ ആ പ്രകാശം സ്വന്തം വീട്ടിലിരുന്ന് കാണുകയായിരുന്നോ? ആ പ്രകാശധാരയിൽ ഒന്ന് മുങ്ങാൻ പോയില്ലേ? ഉവ്വ്, അവൾ അവിടെ പോയി. അവൾ നാടകത്തിലെയോ നോവലിലെയോ നായികയല്ലല്ലോ. ക്ഷണക്കത്തുമായി നിർമ്മലിൻ്റെ അച്ഛൻ തന്നെ വന്നു. ബഗൂളിൻ്റെ അച്ഛനോട് അദ്ദേഹം അപേക്ഷിച്ചു. ഇത് ഞാൻ നടത്തുന്ന ആദ്യത്തെ ചടങ്ങാണ് ചേട്ടാ, എല്ലാവരും വരണം. കാലെ കൂട്ടി വന്ന് വിവാഹം മംഗളമായി നടത്തിത്തരണം. സുഖമില്ലെന്ന് പറഞ്ഞ് വരാതിരിക്കാൻ പറ്റുകയില്ല കേട്ടോ. ഒഴിവ് കഴിവൊന്നും ഞാൻ കേൾക്കുകയില്ല. മരുമക്കളെ വിളിച്ച് എൻ്റെ മുന്നിൽ വെച്ച് പറയണം. വിവാഹത്തിൻ്റെ അടുത്ത 2 ദിവസങ്ങളിലും ഈ വീട്ടിൽ അടുപ്പ് കത്തിക്കാൻ പാടില്ല. കുട്ടികൾക്കും വലിയവർക്കുമെല്ലാം അന്ന് 3 നേരവും ഞങ്ങളുടെ വീട്ടിലാണ് ഭക്ഷണം. ബഗൂളിൻ്റെ അച്ഛൻ പറഞ്ഞു. ആ തീർച്ചയായും എല്ലാവരും വരും. നിർമ്മലിൻ്റെ അച്ഛൻ ഒരിക്കൽ കൂടി നിർബന്ധിച്ചു. ചേട്ടൻ നേരത്തെ വരണം. ബഗൂൾ തീർച്ചയായും വരണമെന്ന് നിർമ്മലിൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. പല ചുമതലകളും അവളെ ഏൽപ്പിക്കാനുണ്ടത്രേ. ബഗൂൾ വിവാഹത്തിന് ചെല്ലുമോ എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് സംശയമുണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ടായിരിക്കും ബഗൂളിൻ്റെ പേരെടുത്ത് പറഞ്ഞത്. ബഗൂളിൻ്റെ അച്ഛൻ പ്രബോധിചന്ദ്രൻ സന്ധിവാദത്തിൻ്റെ വേദന മറന്നുകൊണ്ട് നിവർന്നിരുന്നു. ബഗൂളിൻ്റെ കാര്യം എനിക്ക് പറയാൻ സാധിക്കുകയില്ല. ചെറുപ്പക്കാരിയും അവിവാഹിതയുമായ പെണ്ണ് 10 പേരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ നാണം. ബഗൂളിൻ്റെ കാലത്ത് വാസ്തവത്തിൽ ഇതിൽ നാണമുണ്ടായിരുന്നു. യൗവനയുക്തയും അവിവാഹിതയുമായ പെൺകുട്ടിയെ പൊതുരംഗത്ത് കൊണ്ടുവരാതെ ഒളിച്ചു വെക്കേണ്ടി വരുമായിരുന്നു. പ്രബോധിചന്ദ്രൻ പറഞ്ഞതിൻ്റെ അത്യുക്തി ഇല്ലായിരുന്നു. എങ്കിലും നിർമ്മലിൻ്റെ അച്ഛൻ അത് നിസ്സാരമായി തള്ളി. ആ പെൺകുട്ടിയോട് അവർക്കെല്ലാം പ്രത്യേക സ്നേഹമുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു. ഈ 2 വീടും ഒന്ന് തന്നെയല്ലേ ചേട്ടാ? ഈ വീട്ടിൽ ഒരു വിവാഹം നടക്കുകയാണെങ്കിൽ അവൾ എന്തു ചെയ്യുമായിരുന്നു? ബഗൂളിൻ്റെ അച്ഛൻ ഉദാസീന ഭാവത്തിൽ പറഞ്ഞു. ശരി, പറയാം. നിർമ്മലിൻ്റെ അച്ഛൻ പറഞ്ഞു. അവൻ്റെ അമ്മയ്ക്കൊരാഗ്രഹം കൂടിയുണ്ട്, അതും പറഞ്ഞേക്കാം. ജോലി തിരക്ക് കാരണം അവൾക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ സാധിക്കുന്നില്ല. എങ്കിലും വരും. മുൻകൂട്ടി ഒരു കാര്യം പറയണമെന്ന് എന്നോട് പറഞ്ഞു. ചേട്ടൻ ബഗൂളിനെ ഒന്ന് വിളിക്കൂ. കുറേ നാളായി അവളെ കണ്ടിട്ട്. അല്ലെങ്കിൽ അവളോട് നേരിട്ട് പറയുമായിരുന്നു. മാത്രമല്ല, ഈ വിവാഹം നിശ്ചയിച്ചതും യാദൃശ്ചികമായിട്ടാണ്. ഇത്രയധികം അടുപ്പം കാണിച്ചിട്ടും ബഗൂളിൻ്റെ അച്ഛന് അലിവ് തോന്നിയില്ല. ഉദാസീന ഭാവത്തിൽ അവൾ വീട്ടുജോലി വല്ലതും ചെയ്യുകയായിരിക്കും. എന്താണ് കാര്യം? നിർമ്മലിൻ്റെ അച്ഛൻ കാര്യം തുറന്നു പറയാൻ നിർബന്ധിതനായി. വിവാഹത്തിന് നിർമ്മലിൻ്റെ അമ്മയുടെ പേരിൽ ബഗൂൾ ഒരു മംഗളപത്രം എഴുതി കൊടുക്കണം. ബഗൂളിൻ്റെ അച്ഛൻ്റെ നെറ്റി ചുളിഞ്ഞു. എന്തെഴുതി കൊടുക്കണം? മംഗളപത്രം. കവിതാരൂപത്തിൽ. വിവാഹ അവസരത്തിൽ സാധാരണയായി അച്ചടിച്ച് വായിക്കാറില്ലേ? അത് തന്നെ. പുരികം ചുളിച്ചുകൊണ്ട് ബഗൂളിൻ്റെ അച്ഛൻ വിസ്മയവിരസമായ സ്വരത്തിൽ ചോദിച്ചു. ബഗൂൾ എന്നാണ് കവിത എഴുതാൻ പഠിച്ചത്? നിർമ്മലിൻ്റെ അച്ഛൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാണെന്നോ? കുട്ടിക്കാലം മുതൽ എഴുതാറുണ്ടല്ലോ. അവളുടെ കവിത മാസികയിൽ അച്ചടിച്ചു വന്നിട്ടുണ്ടല്ലോ. താങ്കൾ കണ്ടിട്ടില്ലേ? ലജ്ജ കാരണം അവൾ കാണിക്കാതിരുന്നതായിരിക്കും. നിർമ്മലിൻ്റെ അമ്മ കണ്ടിട്ടുണ്ട്. നല്ല കവിതയാണെന്ന് അവൾ പറയുന്നു. അതുകൊണ്ട് മംഗളപത്രം എഴുതാൻ ആവശ്യപ്പെട്ടത്. അവളെ വിളിക്കൂ, ഞാൻ തന്നെ പറയാം. പ്രബോധിചന്ദ്രൻ കഷായം കുടിച്ച ഭാവത്തിൽ മകളെ വിളിച്ചു. നീ കവിത എഴുതാറുണ്ടെന്ന് കേൾക്കുന്നു. ബഗൂൾ സംശയദൃഷ്ടിയോടെ അടുത്ത വീട്ടിലെ അമ്മാവൻ ഇവിടെ വന്നതെന്തിന്? അദ്ദേഹത്തിൻ്റെ മുന്നിൽ വെച്ച് ഈ ചോദ്യം എന്തിന്? നിർമ്മലിൻ്റെ അച്ഛൻ പെട്ടെന്ന് കാര്യം പറഞ്ഞു. ബഗൂൾ നോവലിലെ നായികയല്ലെങ്കിൽ പോലും അവളുടെ കാൽക്കീഴിലെ മണ്ണൊലിച്ചു പോയില്ലേ? നിർമ്മലിൻ്റെ അമ്മയ്ക്ക് ബോധമില്ലേ? അവർ നിഷ്ഠൂരയാണോ എന്ന് അവൾ ആലോചിച്ചില്ലേ? നിർദ്ദയമായ ഈ ഗൂഢാലോചനയ്ക്കെതിരെ ആഞ്ഞടിക്കാൻ ബഗൂളിൻ്റെ അന്തസത്ത ആഗ്രഹിച്ചില്ലേ? എല്ലാം സംഭവിച്ചിരിക്കാം. എങ്കിലും അവൾ പതുക്കെ പറഞ്ഞു. ശരി. അപ്രതീക്ഷിതമായിട്ടാണ് ബഗൂള് നിർമ്മലിൻ്റെ വിവാഹം നിശ്ചയിച്ചത് അറിഞ്ഞത്. വിവാഹം നിശ്ചയിച്ച് വിവാഹത്തിന് വിളിക്കാനായിട്ട് നിർമ്മൽ ബാബുവിൻ്റെ അച്ഛൻ ഇവിടെ വന്നിട്ട് ആവശ്യപ്പെട്ടത്
വിവാഹത്തിന് വരണമെന്ന് മാത്രമല്ല, ബഗൂൾ ഒരു മംഗളപത്രം അമ്മയ്ക്ക് വേണ്ടി എഴുതി കൊടുക്കണം വിവാഹത്തിൻ്റെ അന്ന് വായിക്കാൻ. അത് കേട്ടപ്പോൾ താൻ സ്നേഹിച്ചിരുന്ന പുരുഷൻ്റെ വിവാഹമാണ്, ആ വിവാഹത്തിന് വായിക്കാനായിട്ട് മംഗളപത്രം താൻ തന്നെ എഴുതി കൊടുക്കണം എന്നറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പെൺകുട്ടിയുടെ ആ ആത്മസംഘർഷം വളരെ മനോഹരമായ വാക്കുകളിലൂടെയാണ് ആശാപൂർണ ദേവി ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. എനിക്ക് പലപ്പോഴും അനാമികാദേവി എന്ന കഥാപാത്രം നമ്മുടെ രചയിതാവായ ആശാപൂർണ ദേവി തന്നെയാണെന്ന് തോന്നിപ്പോവാറുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവളുടെ കാൽ കീഴിലെ മണ്ണൊലിച്ചു പോയില്ലേ. മണ്ണൊലിച്ചു പോകുക എന്ന ആ ഒരൊറ്റ വാക്കിൽ തന്നെ അവളുടെ ജീവിതം ഇല്ലാതെയായിപ്പോയി എന്ന് തന്നെയാണ് പറയുന്നത്. ഭൂമിയുടെ അടിയിലേക്ക് അവളുടെ ശരീരമല്ല, അവളുടെ ആത്മാവ് ഭൂമിയുടെ അടിയിലേക്ക് തന്നെ പോയി എന്നർത്ഥം. പക്ഷേ ഇങ്ങനെയെല്ലാം അവർ ആലോചിച്ചിരിക്കാം, ഇത്ര നിഷ്ഠൂരയാണോ ആ അമ്മ എന്നെക്കൊണ്ട് തന്നെ ഇത് എഴുതിക്കാൻ. പിന്നെ ഈ ഗൂഢാലോചനയ്ക്കെതിരെ, അതായത് വിവാഹം നിശ്ചയിച്ചു, ആ വിവാഹത്തിന് മംഗളപത്രം എഴുതാൻ അവർ തീരുമാനിക്കുന്നു എന്നുള്ളതൊക്കെ അറിഞ്ഞപ്പോൾ അതിനെതിരെ ആഞ്ഞടിക്കാൻ അവളുടെ അന്തസത്ത ആഗ്രഹിച്ചെങ്കിലും അവൾ ആകെ ഒരു കാര്യമാണ് പറഞ്ഞത്. പതുക്കെ എന്താ പറഞ്ഞത്? ശരി എന്നൊരു വാക്ക് മാത്രം പറഞ്ഞു. അപ്പോൾ ഉള്ളിലൊളിപ്പിച്ച് വെച്ച ആ ആത്മസംഘർഷത്തെ വളരെ ചെറിയ വാക്കുകളിലൂടെ നമ്മളിലേക്ക് പകർന്നു തരികയാണ് ഇവിടെ രചയിതാവ് ചെയ്യുന്നത്. മാധവൻ പിള്ള എന്ന മലയാള വിവർത്തകനും അതിനനുസരിച്ച് തന്നെ നമുക്ക് നമ്മുടെ ഭാഷയിലേക്ക് അതിനെ വിവർത്തനം ചെയ്തു തന്നു. ബഗൂളിനെ പോലെ നല്ലൊരു പെൺകുട്ടിയെ ഈ യുഗത്തിൽ കണ്ടുകിട്ടാൻ പ്രയാസമാണ് ചേട്ടാ, നിർമ്മലിൻ്റെ അച്ഛൻ പ്രസന്നചിത്തനായി പറഞ്ഞു. അവൻ്റെ അമ്മ ബഗൂളിനെ സ്തുതിച്ച് ഒന്ന് നിർത്താമോ? ബഗൂളിന് അലറാൻ തോന്നി. എങ്കിലും അവളുടെ ശരീരത്തിനുള്ളിൽ എവിടെയോ ഒരു ചെറിയ ബഹളം നടന്നതൊഴികെ മറ്റൊന്നും സംഭവിച്ചില്ലെന്ന് പറയാം. ഒരിക്കൽ കൂടി എല്ലാവരെയും നിർബന്ധപൂർവ്വം ക്ഷണിച്ച ശേഷം നിർമ്മലിൻ്റെ അച്ഛൻ സസന്തോഷം മടങ്ങി. ആ മനുഷ്യൻ അജ്ഞനായിരിക്കാം. പാറൂൾ വിവാഹാലോചനയുമായി വന്ന കാര്യം മാത്രമേ നിർമ്മലിൻ്റെ അമ്മ അദ്ദേഹത്തെ അറിയിച്ചിട്ടുള്ളൂ. നിർമ്മലും ബഗൂളുമായി പ്രേമത്തിലാണെന്ന് പറയാൻ പറ്റുമോ? അദ്ദേഹം പോയിക്കഴിഞ്ഞപ്പോൾ പ്രബോധചന്ദ്രൻ ചാടി വീണു. ശരി എന്ന് പറഞ്ഞിരിക്കുന്നു. നിനക്ക് നാണമില്ലേ, നെറികെട്ടവൾ? ബഗൂൾ സൗമ്യതയോട് പറഞ്ഞു. അവർക്ക് ആവശ്യപ്പെടാൻ നാണമില്ലെങ്കിൽ കൊടുക്കാൻ ഞാൻ എന്തിനു നാണിക്കണം അച്ഛാ? അടുത്ത കാലത്തല്ലേ അവർ നമ്മെ അപമാനിച്ചത്. അപമാനെന്ന് കരുതിയാൽ അപമാനം. ആ യുഗത്തിലെ യുവതിയായിട്ടും ബഗൂൾ അച്ഛനോട് തുറന്നു പറഞ്ഞു. വിവാഹപ്രായമായ മകനോ മകളോ ഉള്ളപ്പോൾ പലയിടത്തും ബന്ധം ആലോചിക്കും. ബന്ധം സ്ഥാപിക്കാൻ സാധിക്കുമോ? ബന്ധം ഉറപ്പിക്കാത്തതുകൊണ്ട് അവർ നമ്മുടെ ശത്രുക്കളാണോ? ഇങ്ങനെ വെട്ടിത്തുറന്ന് പറഞ്ഞതുകൊണ്ട് പ്രബോധചന്ദ്രൻ അമ്പരന്നു പോയി. അദ്ദേഹം പറഞ്ഞു, നിന്റെ അഭിപ്രായം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആവട്ടെ. പക്ഷെ പാറൂൾ ഏതാണ്ടെല്ലാം പറഞ്ഞിട്ടാണ് അന്ന് പോയത്. കൊച്ചേച്ചി പറഞ്ഞത് കാര്യമാക്കണ്ട എന്ന് പറഞ്ഞ് ബഗൂൾ ആ ചർച്ചയ്ക്ക് വിരാമമിട്ടു. അപ്പോൾ അങ്ങനെ ബഗൂളും അതിനെയെല്ലാം അംഗീകരിക്കാനും മറ്റുള്ളവരെ സമാധാനിപ്പിക്കാനുമൊക്കെ ശ്രമിക്കുകയാണ്. ബാക്കി നിർമ്മൽ ബാബുവിൻ്റെ കല്യാണത്തിൻ്റെ അന്ന് ഉള്ള സംഭവങ്ങളൊക്കെ അടുത്ത വായനയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഇന്നത്തെ വായന ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും കേൾക്കണം. കേട്ട അഭിപ്രായങ്ങളെല്ലാം എഴുതി അറിയിക്കുകയും ചെയ്യണം.